അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? ഭണ്ഡാരപ്പെട്ടിയിൽ അബദ്ധത്തിൽ വീണ ഐഫോൺ തിരിച്ചു വേണമെന്നുള്ള ഭക്തന്റെ അപേക്ഷ തള്ളി ക്ഷേത്ര ഭരണസമിതി. കാണിക്ക പണം ഇടാൻ തുടങ്ങുന്ന സമയത്ത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 1 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള പുതിയ ഐഫോൺ ഈ പെട്ടിയുടെ ഉള്ളിലേക്ക് പോയി. വലിയ കഷ്ടായി പോയി. ആറ്റുനോറ്റൊരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല. അത് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിശ്ചിത ഇടവേളയിൽ മാത്രമേ ഇത് തുറന്ന് പരിശോധിക്കാൻ കഴിയൂ എന്നാണ് ക്ഷേത്ര അധികാരികൾ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രഭണ്ഡാരം തുറന്നപ്പോൾ 52 ലക്ഷം രൂപയും 100 പവൻ സ്വർണ്ണാഭരണങ്ങളും വളകൾ മാലകൾ നെക്ലസുകൾ സഹദേവാ ഇത് കണ്ടോ? രത്നങ്ങള് ദൈവമേ, ജോസ് പ്രകാശിന്റെ സിനിമയിൽ ഞാനിത് കണ്ടിട്ടുള്ളൂ. 52 ലക്ഷം രൂപയും 100 പവൻ സ്വർണ്ണാഭരണങ്ങളും 7000 ഗ്രാം വെള്ളി ആഭരണങ്ങളും കിട്ടി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. അതിനോടൊപ്പം ഈ ഫോണും പുറത്തേക്ക് വന്നു. ക്ഷേത്രാധികാരികൾ ദിനേശനെ ഫോണിൽ വിളിക്കുകയും ഫോൺ തിരിച്ചു നൽകാൻ കഴിയില്ല, പകരം ഈ ഐഫോണിലെ ഡേറ്റ മറ്റേതെങ്കിലും ഫോണിലേക്ക് പകർത്തി നൽകാൻ അനുവദിക്കാമെന്ന് പറയുകയും ചെയ്തു. തിരുമേനി ഒരു വേണ്ടി മറ്റേടത്ത് ഓർത്താൻ പറഞ്ഞില്ല. കൊള്ളാമല്ലോ, എന്നാ ഡിമാൻഡാ, കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. മുരുകന്റെ ക്ഷേത്രത്തിൽ എന്തെല്ലാം സമർപ്പിക്കുന്നു അതെല്ലാം മുരുകനുള്ളതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ ഫോണൊന്ന് മാറ്റിയായിരുന്നു. അപ്പൊ ഈ പുതിയ ഫോണിലേക്ക് ആ നമ്പറൊക്കെ കയറ്റി കഴിഞ്ഞപ്പോ ബാധിരയായി, അതുകൊണ്ടാ വിളിക്കായിരുന്നേ. എന്നതാ പുതിയ ഒരു കമ്പനി ഇല്ലയോടാ, ചക്കയോ മാങ്ങയോ? എടാ ജോഷിയെ, ഈ ഫോണിന്റെ പേരെന്നാണോ? അത് തന്നെ, ആപ്പിള്. എന്തെങ്കിലും നഷ്ടപരിഹാരം ദിനേശിന് നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം എന്ന് മന്ത്രി ശേഖർ ബാബു പറയുന്നുണ്ട്. ശരി, ഒരു 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുള്ള അങ്ങോട്ട് കൊടുക്കുള്ള ഇങ്ങോട്ടോടാ. 5000 കൊടുക്കണോ 6000 കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന കഴിഞ്ഞ് ഭണ്ഡാരത്തിൽ പണമിടാൻ ഒരാൾ പോക്കറ്റിൽ കയറ്റു. പക്ഷെ അബദ്ധത്തിൽ പോക്കറ്റിൽ നിന്ന് ഐഫോൺ ഭണ്ഡാരത്തിനകത്തേക്ക് വീണു. ഭണ്ഡാരത്തിലുള്ളതെല്ലാം ഭഗവാന്റെ സ്വത്തെന്നാണ് ക്ഷേത്രം അധികൃതരുടെ വാദം. ചിന്ന വയസ്സിലെ ഒരു പൊരുൾ മേൽ അതാണ് ലൈഫോടെ ടാർഗറ്റ്. ശ്രീധരൻ, ഇതൊരു വിചിത്ര വാദമാണല്ലോ അല്ലേ? ഭണ്ഡാരത്തിൽ വീണ ഐഫോൺ ഭഗവാനുള്ളത്. ഭഗവാൻ എന്തിനാ ഈ ഐഫോണൊക്കെ? ഹലോ ഗൈസ്, ഇതാണ് കറുത്ത കളർ 16 Pro Max ബ്ലാക്ക്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ 16 Pro Max എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെസർട്ട് ടൈറ്റാനിയം എടുക്കരുത്, ഇത് എടുക്കുക. ലുക്ക് ഫുൾ ബ്ലാക്ക്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക ഈശ്വരൻ എന്തിനാണ് ഐഫോൺ എന്നുള്ള ഒരു കാര്യമാണ് വരിക. ഹലോ ഗംഗേടാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് ചെയ്ത് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക. It's me, Charles Oliver, signing off. Bye bye. పిల్లగా ఎక్కటేసి చూడకపోతుంటవా